ഇപ്പം ഞാനൊക്കെ പഠിച്ച സ്കൂൾ, ഇതൊക്കെ സാന്ദർഭികമായിട്ട് ഓർക്കുക, ഞാൻ പറഞ്ഞ ആലങ്കോട് GLP സ്കൂളിൽ ഇത്രയൊന്നും സൗകര്യമില്ല. സ്ലേറ്റ് കുഴിച്ചിടുന്ന സ്കൂളായിരുന്നു. സ്ലേറ്റൊക്കെ കുഴിച്ചിടുക ചെയ്യുക, മണ്ണ് അത്രയ്ക്കും മണ്ണാണ്. അപ്പം അന്നത്തെ ഞങ്ങളൊക്കെ സ്കൂൾ പോകുന്നത് അന്ന് അമേരിക്കക്കാരുടെ ഒരു ഉപ്പുമാവ് ഉണ്ടായിരുന്നു. ഇപ്പം ഫൈസൽ ഭായി പറഞ്ഞു ഈ ഉപ്പുമാവൊക്കെ അവിടെ വീട്ടിലാണ് കൊണ്ടുവന്ന് വയ്ക്കുക, അത്ര വിശ്വാസമാണ്. അതിന് സ്കൂളിന് സ്റ്റോറൊന്നുമില്ല. അപ്പം അന്ന് ഈ ഉപ്പുമാവ് തിന്നാനാണ് കുട്ടികൾ വരിക. 2 മണിക്ക് ഉച്ചയ്ക്ക് ഉപ്പുമാവ് കഴിഞ്ഞാൽ പിന്നെ മാഷന്മാരും പറയും പോയിട്ട് കളിച്ചോളാൻ. അപ്പം ഞങ്ങളുടെ വിദ്യാഭ്യാസം പിന്നെ പുറത്താണ്. അപ്പം അന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടൊരു പറമ്പ് ഒരു നമ്പൂതിരിയുടെ മാന്തോപ്പാണ്. ധാരാളം മാവുകളുണ്ട്. അപ്പം അതിൽ പച്ചമാങ്ങ എറിഞ്ഞു വീഴ്ത്തി ഉപ്പ് കൂട്ടി തിന്നലാണ് പിന്നത്തെ കലാപരിപാടി. അപ്പം അത് ഞങ്ങൾ പലയിടത്തും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ചെന്നാൽ ഇത് എറിഞ്ഞു വീഴ്ത്തണ്ടേ, നല്ല തുന്നത്തുള്ള മാങ്ങയാണ്. ഇത് എറിഞ്ഞു വീഴ്ത്താൻ അന്ന് ഉന്നം പിഴയ്ക്കാത്ത ഒരാളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേര് MV മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഒരു കല്ലുണ്ട്, അവന് വട്ടച്ചൻ കശുവണ്ടി കളിക്കാനുള്ളൊരു കല്ല. ആ കല്ലുകൊണ്ട് ബിസ്മി ചൊല്ലി ഒരു ഏറെറിഞ്ഞാൽ ഏത് തുന്നത്തെ മാങ്ങയും താഴെ വീണാൽ പിന്നെ അവൻ കടിച്ചിട്ട് അവൻ്റെ മുണ്ടിൻ്റെ തിരപ്പിൽ കല്ലുപ്പ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അത് കുത്തും, പിന്നെയും തിന്നും. ഈ പച്ചമാങ്ങ ഉപ്പ് കുത്തി തിന്നുന്നത് കണ്ടാൽ ഏത് മനുഷ്യൻ്റെ വായിൽ നിന്നും വെള്ളം വരും. ഞങ്ങൾക്കൊക്കെ കൊതി സഹിക്കാൻ വയ്യാതെയാവും. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കൊതിയൻ കക്കാട്ട് മനക്കിലെ വാസുദേവൻ നമ്പൂരി കുട്ടിയാണ്. വലിയ അഡ്യത്തുള്ള മനക്കിലെ കുട്ടിയാണ്. അവൻ്റെ വായിൽ നിന്ന് 2 സൈഡിൽ കൂടിയും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അയാൾ ചോദിക്കും, മുഹമ്മദേ താൻ കടിച്ചു അല്ലേ, താൻ കടിക്കാതെ എനിക്ക് തരാറുന്നില്ലേ, താൻ കടിച്ചാൽ എനിക്ക് കടിക്കാൻ പാടില്ല എന്നാണ് ഇല്ലത്തിന് അച്ഛനും അമ്മയൊക്കെ പറയണതേ, എന്നാലും ഇവിടെ തരിക എന്ന് പറഞ്ഞു ആ മാങ്ങ വാങ്ങി അയാൾ ഈ ഷർട്ട് ഊരിയിട്ട് ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടിക്കും. മുഹമ്മദിൻ്റെ ഉമിനീര് വായിലാവാതിരിക്കാൻ ഷർട്ട് കൂട്ടി കടിക്കുന്നൊരു ഏർപ്പാട്. എനിക്ക് അതിനൊന്നും ക്ഷമയില്ല. ഞാൻ മുഹമ്മദിൻ്റെ വായിൽ നിന്ന് എടുക്കും, അവൻ്റെ ഉമിനീരോട് കൂടി കടിക്കും. എൻ്റെ വായിൽ നിന്ന് മുഹമ്മദ് അങ്ങോട്ടും എടുക്കും, എൻ്റെ ഉമിനീരോട് കൂടി മുഹമ്മദ് കടിക്കും. 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ പഠിച്ച കാലത്ത് പച്ചമാങ്ങ തിന്ന വകയിൽ എൻ്റെ എത്ര ഉമിനീരാണ് മുഹമ്മദിൻ്റെ വയറ്റിൽ പോയത് എന്നതിന് എനിക്ക് കണക്കില്ല. മുഹമ്മദിൻ്റെ എത്ര ഉമിനീരാണ് എൻ്റെ വയറ്റിൽ വന്നത് എന്നതിന് കണക്കില്ല. പക്ഷേ അതുകൊണ്ടൊരു കാര്യമുണ്ടായി. ഈ രാജ്യത്ത് ഏത് ഫാഷിസം വന്നാലും, ഏത് വർഗീയത വന്നാലും, ഏത് പൗരത്വ ഭേദഗതി നിയമം വന്നാലും എന്നെയും മുഹമ്മദിനെയും വേറെയാക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ എനിക്ക് സാധിക്കും. ഇതൊരു സംസ്കാരമാണ്. അതുണ്ടാക്കിയെടുത്ത ഒരു അധ്യാപക സമൂഹം ഇന്ന് കേരളത്തിലില്ല. ഞാൻ മറ്റധ്യാപകരെ ചെറുതാക്കി പറയല്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം ഓൺലൈൻ ക്ലാസ്സുകളാണ്. അധ്യാപകൻ ജീവനോടുകൂടി ക്ലാസ്സിൽ വരണമെന്ന് നിർബന്ധമില്ല. ഇത് വേണമെങ്കിൽ ഇനിയും പരിഷ്കരിക്കാം. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അങ്ങേയറ്റത്ത് ഒരു അധ്യാപകൻ ജീവനോടുകൂടി ഇരിക്കണമെന്നില്ല. വിജ്ഞാനം ചാനലൈസ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കാം. ടെക്നോളജി മനുഷ്യൻ്റെ ജൈവ ബന്ധങ്ങളെ ഓരോന്നോരോന്നായി മുറിച്ചു കളയും. മനുഷ്യർക്കിപ്പോൾ സ്നേഹബന്ധങ്ങൾ നേരിട്ടുള്ളതല്ല. എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഡോക്ടറും കുടുംബവും എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം. നേരിട്ട് കണ്ടാൽ ചിരിക്കില്ല. കോവിഡ് കാലത്ത് എനിക്ക് ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു ഫ്രണ്ട്ഷിപ്പിന്. നേരിട്ട് കണ്ടാൽ ചിരിക്കാത്ത ആളുകൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? മനുഷ്യനെ തൊടുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ജൈവ പ്രവർത്തനമാണ് നമ്മെ മനുഷ്യരാക്കിയത്. ആ മനുഷ്യരെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, 1000 മാനവ ഹൃദയങ്ങളെ ആയുധപ്പുരകളാക്കി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല മതവിശ്വാസിയായിരുന്നു ഉസ്മാൻ മാഷ്. തികഞ്ഞ ദീൻ വിശ്വാസിയായിരുന്നു. അടിയുറച്ച മതബോധം കൊണ്ടു നടന്ന ആളാണ്. പക്ഷെ ഒരിക്കലും അന്യമതസ്ഥരെ സ്നേഹിക്കാതിരുന്ന ആളല്ല, വെറുത്ത ആളല്ല. അപരനാണ് എൻ്റെ ദുഃഖങ്ങൾക്കൊക്കെ കാരണം എന്ന് പഠിപ്പിച്ചത് പാശ്ചാത്യ നാഗരികതയാണ്. ഇന്ന് ഇന്ത്യയിൽ അപരവിദ്വേഷം ഭരണകൂടം തന്നെ പ്രചരിപ്പിക്കുകയാണ്. കോവിഡ് കഴിഞ്ഞിട്ട് വേണം പൗരത്വ ഭേദഗതി പെട്ടിയിൽ നിന്ന് എടുക്കാൻ പോവുകയാണെന്നാണ് രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി പഠിപ്പിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം ഞാൻ ചോദിക്കാറുണ്ട്, മറ്റ് മതവിശ്വാസികളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഈ നാട് എങ്ങനെ ജീവിക്കും? ഇന്ത്യ ജീവിക്കുന്നത് മതങ്ങൾക്കതീതമായ സംസ്കാര സമന്വയത്തിലാണ്. താജ്മഹലിനെ ഇല്ലാതാക്കിക്കൊണ്ടൊരു ഇന്ത്യ ഇല്ലല്ലോ. ഫത്തേപൂർ സിക്രിയെ ഇല്ലാതാക്കിക്കൊണ്ടൊരു ഇന്ത്യ ഇല്ലല്ലോ. ജുമാ മസ്ജിദ്, കുത്തബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച കുത്തബ് മീനാർ,
അമീർ ഖുസ്രു തൊട്ട് മിർസ ഗാലിബ് വരെയുള്ള അനേകം മനുഷ്യരുണ്ടാക്കി തന്ന ഇന്നത്തെ ഇന്ത്യൻ സംഗീതം, ഇതൊക്കെ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയതാണ്. ഏതെങ്കിലും ഒരു മതമോ ഒരു വിഭാഗമോ ഉണ്ടാക്കിയതല്ല. ഒരു നാടിൻ്റെ സംസ്കാരവും അങ്ങനെയല്ല. അപ്പം ഇതൊരു സംസ്കൃതിയാണ്, ഭേദചിന്തയല്ല, ഏകത്വമാണ്. ഈ ഏകത്വത്തിന് വേണ്ടിയാണ് എല്ലാ ഏകം സത് വിപ്രാ ബഹുധാ വദന്തി സദേകമേവാദ്വിതീയം എന്നൊക്കെ ഉപനിഷത്ത് വാക്യങ്ങളാണ്. ഞാനൊക്കെ ഇത് ഉരുവിട്ട് പഠിച്ച ഒരാളാണ്. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്നിങ്ങനെ 1000 നാമങ്ങൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയാണ് ഈ 1000 നാമങ്ങളും ഒന്നാണ്, ഒരാളുടേതാണ്. അയാൾ ജനിച്ചിട്ടുമില്ല, അയാൾ മരിച്ചിട്ടുമില്ല, അനാദ്യന്തനാണ്, ആത്മയോനി സ്വയം ജാതനാണ്. സഹസ്രനാമം അങ്ങനെ പഠിച്ച ഞാൻ പിന്നീട് ഇസ്ലാമിലൊരു പ്രാർത്ഥന, കുൽഹു അല്ലാഹു വഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. ആ പ്രാർത്ഥന കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം അന്വേഷിക്കുമ്പോഴും ജനിച്ചിട്ടില്ലാത്തവനും ജനിപ്പിച്ചിട്ടില്ലാത്തവനും ഏകനും അനാദ്യന്തനുമായ എല്ലാ പ്രാർത്ഥനയും ഏതൊരുവനാണോ ആ മഹാനായ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മഹാനാകുന്നു, അദ്ദേഹം അല്ലാതൊരു ഇലാഹില്ല. ഈ വിശ്വാസം തന്നെയാണ് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന ഇന്ത്യൻ ഉപനിഷത്തുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന ബൈബിൾ വചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വചനം 3 2-ാമത്തെ ഖണ്ഡത്തിൽ പറയും, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമില്ലാത്ത മനുഷ്യർ എത്ര പ്രാർത്ഥിച്ചാലും എത്ര അനുഷ്ഠാനങ്ങൾ നടത്തിയാലും അവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. കൊല്ലുന്നവരുടെ കൂടെ ഒരു മതത്തിലെയും ദൈവം ഉണ്ടായിരിക്കുകയില്ല. കൊല്ലുന്നവരുടെ കൂടെ ഒരു മതത്തിലെയും ദൈവം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പം മതത്തിൻ്റെ പേരിൽ നടത്തിക്കൂട്ടുന്ന ഈ പ്രാകൃത ഹിംസകൾ, മതത്തിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ, ഞാനും കുഞ്ഞാമുക്കയൊക്കെ ഒരു പ്രസ്ഥാനത്തിൽ, ഒരു സാംസ്കാരിക പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങളിപ്പം ആലപ്പുഴയിലും പാലക്കാടും ഒക്കെ പോയത് ദിവസം കണക്ക് വെച്ച് വെട്ടുകയാണ് ആളുകൾ. ഇങ്ങനെ വെട്ടി തീർക്കാനുള്ളതാണോ മനുഷ്യൻ? ഇത് ചോദിക്കാൻ ആണ് മനുഷ്യസ്നേഹികൾ ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ ഉസ്മാൻ മാഷപ്പുള്ള ആളുകൾ അതൊന്നും ചോദിച്ചില്ല. അദ്ദേഹം താൻ ജീവിച്ച പരിസരങ്ങളിൽ സ്നേഹം പ്രസരിപ്പിച്ച് തന്നെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന സമസ്ത മനുഷ്യരെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഒരു വലിയ സംസ്കൃതി ഉണ്ടാക്കി. വായനശാലകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് അതാണ്.